ആലപ്പുഴയിൽ ഇത്തവണ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിൽ വോട്ടുയർത്തുകയായിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന CPM-ന്റെ റിപ്പോർട്ട് പ്രകാരം ശോഭാ സുരേന്ദ്രൻ ജയിക്കേണ്ടതായിരുന്നു. പക്ഷേ അവിടെ കെ.സി. വേണുഗോപാൽ സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ട് മാത്രമാണ് CPM-ന് മാനം തിരിച്ചു കിട്ടിയത് എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അവർ പറയുന്ന കാര്യം ഇതാണ്: ആരിഫ് ഒരു മികച്ച സ്ഥാനാർത്ഥിയെ ആയിരുന്നില്ല, ആരിഫ് 3-ാം സ്ഥാനത്ത് പോകേണ്ടതായിരുന്നു. കെ.സി. വേണുഗോപാൽ വന്നതുകൊണ്ട് മാത്രമാണ് അത് സംഭവിക്കാതിരുന്നത്. ഇത് CPM യോഗത്തിന്റെ വിലയിരുത്തലാണ്. സംസ്ഥാന നേതൃത്വത്തിന്റെ സ്ഥാനാർത്ഥി നിർണയമാണ് ഇത്രയും കനത്ത തോൽവിക്ക് കാരണം. പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം വോട്ടുകൾ ശക്തമായി തന്നെ BJP-യിലേക്ക് ഒഴുകി. വെള്ളാപ്പള്ളി നടേശൻ CPM-നോടൊപ്പം തന്നെയാണ് നിലകൊണ്ടത്. പക്ഷേ ഈഴവ വോട്ടുകളും ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളി മേഖലയിലെ വോട്ടുകളും കർഷക തൊഴിലാളി മേഖലയിലെ വോട്ടുകളുമെല്ലാം BJP-ക്ക് അനുകൂലമായി പോയി എന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു. ഏതായാലും ശോഭാ സുരേന്ദ്രൻ ജയിക്കേണ്ടതായിരുന്നു എന്നൊരു വിലയിരുത്തൽ പൊതുവെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. BJP-യുടെ പ്രവർത്തനം കുറച്ചുകൂടി ഊർജിതമാക്കിയിരുന്നു എങ്കിൽ ശോഭാ സുരേന്ദ്രൻ രണ്ടാമതെങ്കിലും എത്തുമായിരുന്നു. ഏതായാലും CPM-ന്റെ രേഖകളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആരിഫ് ഒരു ദുർബലമായ സ്ഥാനാർത്ഥിയായിരുന്നു. കെ.സി. വേണുഗോപാൽ വന്നതുകൊണ്ട് മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ ജയിക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ CPM-ന് മാനം തിരിച്ചു കിട്ടി എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.